എന്താ ശാനം ആന്റിബയോട്ടിക്കും പിടിച്ച്? ഇസുവിന് രാവിലെ മുതൽ ജലദോഷമാണ്, നാളെ സ്കൂളിലല്ലേ. ഇസുവിന് എപ്പോഴാണ് ജലദോഷം തുടങ്ങിയത്? മോർണിംഗ്. പനിയുണ്ടോ? ചെറിയ പനി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ പനി അല്ലെങ്കിൽ ജലദോഷം, ചെറിയ തൊണ്ടവേദനയൊക്കെ വലിയവരാണെങ്കിൽ കുട്ടികളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആന്റിബയോട്ടിക് എടുക്കും. നമ്മുടെ കാരണം നമുക്ക് നാളെ ജോലിയുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളുണ്ട് എന്നായിരുന്നു. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഇതൊരു പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും. ആന്റിബയോട്ടിക് ഒരിക്കലും ഇതിന് ഫലം ചെയ്യില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട്, നമ്മൾ സിംറ്റമാറ്റിക് റിലീഫ് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള സപ്ലിമെന്റ്സ് ഒക്കെ അവർക്ക് കൊടുക്കാം. നമുക്ക് അവർക്ക് വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, അതുപോലെ വൈറ്റമിൻ സി, സിങ്ക് ഒക്കെ അടങ്ങിയ സിറപ്പ് കൊടുക്കാം. ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് സിറപ്പായ എക്സ്ട്രാ ഇമ്മ്യൂൺ അല്ലെങ്കിൽ സെപ്റ്റിലിൻ പോലുള്ള സിറപ്പുകൾ കൊടുക്കാം. അതല്ലെങ്കിൽ ഹോമിയോപ്പതിയിലുണ്ട് ഒരു ഫെറം ഫോസ്ഫോറിക് എന്ന് പറയുന്ന ഒരു സാധനം. അത് എസ്പെഷ്യൽ കോൾഡ് ആൻഡ് ഫ്ലൂ സിംറ്റംസിന് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ എക്നീഷ്യ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റ് ഉണ്ട്, വളരെ ഇഫക്റ്റീവാണ്. അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് കൊടുക്കാം. കൂട്ടത്തിൽ അവർക്ക് നല്ല ഉറക്കം കൊടുക്കുക. പിന്നെ കരിച്ചവും പൊരിച്ചവും അതുപോലെ അധികം മധുരമുള്ള സ്വീറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർക്ക് കൊടുക്കാതിരിക്കുക. പരമാവധി അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക, അല്ലാണ്ട് ഒറ്റയടിക്ക് ആൻറ്റിബയോട്ടിക്കിലേക്ക് പോകരുത്. ഒരു 2 to 3 days ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് ഒരു കുറവില്ല, നമ്മൾക്ക് ഗാർഗിളിങ്ങും തൊണ്ടവേദന ഉണ്ടെങ്കിൽ ഉപ്പിട്ട വെള്ളം, ചൂടുവെള്ളം കൊണ്ട് ഗാർഗിളിങ്ങും എല്ലാം ചെയ്തിട്ട് ഒരു കുറവില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവുക. പിന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പോലെ ആൻറ്റിബയോട്ടിക് വേണമെങ്കിൽ അത് എടുക്കുക.